ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ സെക്കൻഡ് ടേം എക്സാമുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായും പോയി കാണണം. അപ്പോൾ എന്തൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെയാണ് അവയ്ക്ക് ആൻസർ എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഒരു പോസ്റ്റർ തയ്യാറാക്കാം എന്നതാണ്. ഒരു ദിവസം അരമണിക്കൂർ സമയം ഇഷ്ടമുള്ള പുസ്തകങ്ങളുടെ വായനയ്ക്ക് ചെലവഴിക്കുന്നത് 7 വർഷത്തിനുള്ളിൽ ആ വിഷയത്തിൽ ഒരു പ്രഭാഷകനാവാൻ ഒരാളെ സഹായിക്കുമെന്ന് വായനയെക്കുറിച്ചുള്ള പഠനത്തിൽ ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞിട്ടുണ്ട്. വായന ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കും. തെരുവ് വിളക്കിൻ്റെ വെളിച്ചത്തിലെ വായനയാണ് എബ്രഹാം ലിങ്കനെ രൂപപ്പെടുത്തിയത്. അപ്പോൾ കുറച്ച് വായനയെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് കോട്ട്സ് ആണ് തന്നിട്ടുള്ളത്. മുകളിൽ തന്നിരിക്കുന്ന വരികൾ വായിച്ചില്ലേ? മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കാൻ വായന കൊണ്ടേ സാധിക്കൂ. വായനയുടെ മഹത്വം വ്യക്തമാക്കുന്ന പോസ്റ്റർ തയ്യാറാക്കുക. തയ്യാറാക്കുന്ന പോസ്റ്റർ മികവുത്സവത്തിൽ പ്രദർശിപ്പിക്കുമല്ലോ. തലക്കെട്ട്, ചിത്രം, മുദ്രാഗീതം എന്നിവ ഉൾപ്പെടുത്തി പോസ്റ്റർ മികവുറ്റതാക്കുമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത്? നമുക്കൊരു പോസ്റ്റർ ഇവിടെ നോക്കാം. കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും. PN പണിക്കർ. നല്ല വായന, നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല സമൂഹം. ഓക്കെ, ജൂൺ 19 വായനാ ദിനം. വായന ഇല്ലാ ലോകം, അജ്ഞതയുടെ ലോകം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കോട്ട്സ് കൊടുക്കാം. ആ വായനയെ കുറിച്ചിട്ടുള്ള നല്ല പിക്ചർ വരച്ചു കൊടുക്കാം. വേണമെങ്കിൽ തലക്കെട്ടും നൽകാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ അതനുസരിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരു ബോക്സിനുള്ളിൽ തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ തേജ കൃഷ്ണ VS കക്കാട്രിയുടെ ഒരു കഥ തന്നിട്ടുണ്ടായിരുന്നു. ഈ ആശയങ്ങളും ഒരു മനുഷ്യർ എന്ന കഥയിലെ ആശയങ്ങളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കഥ എന്ന് പറയുന്നത് എന്താണ്? ഒരു കുട്ടി ഒരു ഫോണിൻ്റെ കഥയാണ് അല്ലേ? ഒരു ഫോണിൻ്റെ കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു കഥ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അതും കൂടി പോയി കാണണം. അപ്പോൾ ഇവിടെ ഈ ആശയങ്ങളും നല്ല മനുഷ്യൻ എന്ന കഥയിലെ ആശയങ്ങളും ഉൾപ്പെടുത്തിയാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് നാം ഇപ്പോൾ വായിച്ചത്. ഒരു മനുഷ്യൻ എന്ന കഥയിലെ മോഷണത്തിനിരയായ ഒരു പാവ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയിൽ ദയയുടെയും മനുഷ്യൻ്റെയും ആൽബവുമായി പ്രത്യക്ഷപ്പെട്ട് മോഷണം മുതൽ തിരിച്ചെടുക്കുന്ന ഒരു മനുഷ്യനെയാണ് നാം കണ്ടത്. അമ്മ കോളിംഗ് എന്ന കഥയിൽ സ്ഥിരം കള്ളൻ അല്ല ആ കുട്ടി. മൊബൈൽ ഫോണിനോടുള്ള ആഗ്രഹം മൂലം ഒരു ദുർബല നിമിഷത്തിൽ റോഡിലേക്ക് ഇടുന്ന ഫോൺ അവൻ എടുക്കുകയായിരുന്നു. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചിന്തിച്ചു പോയതാണ്. അമ്മ കോളിംഗ്, അമ്മയുടെ കോൾ വന്നപ്പോൾ ആ കുട്ടി ഒന്നും ആലോചിക്കാതെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അച്ഛനും മകനും ചേർന്ന് ആ ഫോണിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് അവർക്ക് തിരിച്ച് ഏൽപ്പിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും നന്മയും തിന്മയും ഉണ്ട്. അതിൽ തിന്മയാണ് അധികമായുള്ളത്. ഇത് നമ്മൾ മറന്നുപോകും. അപകടം പറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് ബോധം ഉണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും നല്ല ജാഗ്രതയോടെ ജീവിക്കണമെന്ന് കഥാനായകൻ പറയുന്നത് ഈ ഒരു അവസരത്തിൽ വളരെ അർത്ഥവത്താണ്. ഓക്കെ, അപ്പോൾ നല്ല മനുഷ്യൻ എങ്ങനെയായിരിക്കണം? അവിടെ ഒരു കുട്ടി മൊബൈൽ എടുക്കുന്ന ഒരു കഥയാണ് അവിടെ ഉള്ളത്. കാരണം ആ കുട്ടി കള്ളനോ മോഷ്ടാവോ ഒന്നുമല്ല. പക്ഷേ ആ കുട്ടി ഫോണിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് എടുക്കുന്നത്. പക്ഷേ ആ കുട്ടി അത് വീട്ടിലെത്തുമ്പോൾ അമ്മ കോളിംഗ് എന്ന് കാണിക്കുമ്പോൾ ആ ഫോണുമായി തിരികെ അച്ഛൻ്റെ അരികിലേക്ക് ഓടുകയും ആ ഒരു ഫോണിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത്. ഈ കഥയിലും അത് തന്നെയാണ്. ഒരിക്കലും മോഷണം ഒരു ജോലിയാക്കിയെടുത്തവരോ ഒന്നുമല്ല. അവർ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ഓക്കെ, ഇനി വിലയിരുത്തൽ കുറിപ്പാണ്. ഇവിടെ ചക്രം എന്ന ഒരു കവിത നമുക്ക് തന്നിട്ടുണ്ട്. ഈ കവിതയുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ കവിതയോ എന്തെങ്കിലും തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതാം? മൂല്യമേറിയതും അർത്ഥവത്തായതുമായ വരികളാണ് റഫീഖ് അഹമ്മദിൻ്റെ ചക്രം എന്ന കവിതയിലേത്. പ്രകൃതിയെ ദ്രോഹിച്ചുണ്ടാക്കിയ പണം കൊടുത്തു നേടുന്ന പലതും പിന്നീട് ഒരിക്കലും പ്രകൃതിയിൽ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് കവിതയിൽ പറഞ്ഞു വെക്കുന്നത്. ഭൂമിയിൽ മുളച്ച ചെടി വളർന്നു വലുതായപ്പോൾ അത് മുറിച്ചു, അതുകൊണ്ട് നോട്ടുകൾ നിർമ്മിച്ച് ആ നോട്ടുകെട്ടുകൾ കൊടുത്ത് കാട് വാങ്ങുന്ന മനുഷ്യൻ്റെ തലതിരിഞ്ഞ സ്വഭാവമാണ് കവി എടുത്തുകാട്ടുന്നത്. കാടും മലയും പുഴയും നശിപ്പിക്കുന്ന മനുഷ്യൻ അതിനെ രക്ഷിക്കാൻ എന്ന പേരിൽ വീണ്ടും അതിനെ നശിപ്പിക്കുന്നു. ഭൂമിയുടെ നിത്യനാശത്തിലേക്കാണ് മനുഷ്യൻ ഭൂമിയെ കൊണ്ടുപോയി എത്തിക്കുന്നത് എന്ന ഭീകരമായ സത്യമാണ് ഈ കവിതയിൽ കവി ഉയർത്തിക്കാട്ടുന്നത്. ചക്രമാണ് ഏറ്റവും വലുത്, ഏറ്റവും മഹത്തരം എന്ന ചിന്ത മണ്ടത്തരമാണ് എന്ന് പറയുന്നതാണ് ഈ കവിതയിലൂടെ കവി ചെയ്യുന്നത്. ഓക്കെ, ചക്രം എന്ന് പറഞ്ഞാൽ പണമാണ് ഏറ്റവും മൂല്യം നിറഞ്ഞത് എന്ന് പറയുന്നത് വെറും മണ്ടത്തരം മാത്രമാണ്. എന്താണ്? നമുക്ക് ഏറ്റവും മൂല്യമേറിയത് നമ്മുടെ പ്രകൃതി തന്നെയാണ്. ആ ഒരു പ്രകൃതിയെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കാനോ ഒന്നിനും പാടില്ല. നമ്മളതിനെ ചേർത്ത് നിർത്തുകയും സംരക്ഷിക്കുകയുമാണ് വേണ്ടത്. ഓക്കെ, ഇനി ലഘു ഉപന്യാസമാണ്. മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് സുഗതകുമാരി ടീച്ചർ ഇങ്ങനെ പറയുകയാണ്. ഈ വിഷയങ്ങൾ ബുദ്ധിയെ
ബാധിക്കുന്നു, ഓർമ്മശക്തി കുറയുന്നു, പഠനത്തിലുള്ള താല്പര്യം കുറയുന്നു, ആകപ്പാടെയുള്ള മാന്ദ്യം കുട്ടിയുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. മടിയനായ മെൽഷിയറിനെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും സാമൂഹ്യ വിപത്തിനെ കുറിച്ച് ഒരു ലഘു ഉപന്യാസമാണ് തയ്യാറാക്കേണ്ടത്. ലഹരിയുടെ ഉപയോഗവും ആരോഗ്യവും, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമൂഹിക ബന്ധങ്ങളിലെ തകർച്ച, ഇത്രയും കാര്യങ്ങൾ നിങ്ങളതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ലഘു ഉപന്യാസത്തിന് നമ്മളൊരു ഹെഡിങ്ങും കൂടെ കൊടുക്കണം. എന്ത് കൊടുക്കാം? എന്താണ്, മയക്കുമരുന്ന്, സാമൂഹിക വിപത്ത് എന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹെഡിങ്ങും കൂടെ കൊടുക്കാം. ഒട്ടേറെ ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. വർത്തമാന കാലത്ത് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. വ്യക്തികളെയും സമൂഹത്തെയും ആകമാനം നിന്നുന്ന ക്യാൻസറായി ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മാത്രമല്ല, കുടുംബത്തിന്റെ, ഒരു സൊസൈറ്റിയുടെ തന്നെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന വില്ലൻ കൂടിയാണ് മയക്കുമരുന്നുകൾ. ലഹരിമരുന്നിന്റെ ആക്രമണത്തിന് ഏറ്റവും ഇരയാകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. വരുമാനത്തിന്റെ നല്ലൊരു പങ്കും അവർ ഇതിന് മാറ്റിവെക്കുകയും കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചും കൂടെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾ ഉപന്യാസം എഴുതേണ്ടത്. ഇനി ആമുഖക്കുറിപ്പാണ്. ജീൻ ക്രിസ്റ്റഫറിന്റെ പുസ്തകത്തിന് മുത്തച്ഛൻ എഴുതിയ ആമുഖത്തിന് തയ്യാറാക്കുമല്ലോ. നിങ്ങൾ വായിച്ച ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിന് ആമുഖക്കുറിപ്പ് തയ്യാറാക്കണം. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം, കാഴ്ചപ്പാട്, വായനയ്ക്ക് പ്രേരിപ്പിക്കൽ, പുസ്തകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഇത്രയും കാര്യങ്ങൾ ആ ആമുഖക്കുറിപ്പിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് നമ്മുടെ ബഷീറിൻ്റേതാണ്. കഥാകൃത്ത് തന്നെ കഥാപാത്രമായി വരുന്ന ലഘു നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ഉമ്മ, സഹോദരങ്ങൾ, അനിയന്മാർ, ഭാര്യമാർ, കുട്ടികൾ, സഹോദരി, പാത്തുമ്മയുടെ ആട്, ഇങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങൾ അണിനിരക്കുന്ന മനോഹരമായ ഒരു കഥയാണിത്. ഈ കഥാപാത്രങ്ങളൊക്കെ രസകരമായ നിമിഷങ്ങളിലൂടെ വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ കൊച്ചു നോവലിലേക്ക് കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ഒരു ആടാണ്, പാത്തുമ്മയുടെ ആട്. കൂടാതെ കൊച്ചു കൊച്ചു മോഷണങ്ങളും അസൂയയും എല്ലാം ചിരിയുണർത്തുന്ന നോവായി നമ്മുടെ മനസ്സിൽ ഈ നോവൽ അവശേഷിക്കുന്നു. തികച്ചും സംസാര ഭാഷയിൽ എഴുതിയ ഈ നോവൽ വായനക്കാർക്ക് പുതിയൊരു അനുഭവം കൂടിയാണ് സമ്മാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യങ്ങളാണ് സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ളത്. ആമുഖക്കുറിപ്പ്, ഉപന്യാസം, അതുപോലെ തന്നെ വിലയിരുത്തൽ കുറിപ്പ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ആ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കുക. പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ ഒരു ബോക്സ് വരച്ച് അതിനുള്ളിൽ നല്ല പിക്ചറും വരച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ വരച്ച് എഴുതാൻ ശ്രമിക്കുക. എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.